ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ജനറൽ നോളജാണ്. ഈ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് പല പരീക്ഷകളിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന രേഖ. ആൻസർ: റാഡ്ക്ലിഫ് രേഖ. അടുത്ത ചോദ്യം: നെഹ്റു കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ: ഫുട്ബോൾ. ബംഗാൾ കടുവ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി. ടാർജറ്റ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ: ഷൂട്ടിംഗ്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. അത് വളരെ ഒരു കൗതുകമുള്ളൊരു ചോദ്യമാണ്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ. അടുത്ത ചോദ്യം: വീർഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? ആൻസർ: രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം: മഴവില്ലിന്റെ പുറംവക്കിൽ കാണുന്ന നിറം? ആൻസർ: ചുവപ്പ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ഭൂഖണ്ഡം? ആൻസർ: അന്റാർട്ടിക്ക. അന്തരീക്ഷത്തിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്ന സസ്യം? ഓർക്കിഡ്. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു അവയവം ഹൃദയമാണ് ആൻസർ. അടുത്ത ചോദ്യം: ബഹിരാകാശ സഞ്ചാരിക്ക് ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം: കറുപ്പ്. എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ കാനേഷുമാരി കണക്കെടുപ്പ് നടത്തുന്നത്? ആൻസർ: 10 വർഷം. നോബൽ സമ്മാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ആൻസർ: സ്വീഡൻ. അടുത്ത ചോദ്യം: ആദ്യത്തെ സമ്പൂർണ്ണ മലയാളം നിഘണ്ടു ശബ്ദതാരാവലി തയ്യാറാക്കിയത് ആരാണ്? ആൻസർ: ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ള ആണ് ആൻസർ. അടുത്ത ചോദ്യം: എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുതിയത് ആര്? നല്ലൊരു ചോദ്യമാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുതിയത് ആര്? ആൻസർ: സക്കറിയ. അടുത്ത ചോദ്യം: ഐഡിയാസ് ദാറ്റ് ഹാവ് വർക്ക്ഡ് ആരുടെ പുസ്തകമാണ്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഐഡിയാസ് ദാറ്റ് ഹാവ് വർക്ക്ഡ് ആരുടെ പുസ്തകമാണ്? ആരെഴുതിയ പുസ്തകമാണ്? ആൻസർ: APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം: കാക്രാപ്പാറ ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം: ഹരിയാന. മലയാളത്തിലെ ആദ്യ 70mm ചലച്ചിത്രം ഏത്? എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളത് അല്ലേ? പടയോട്ടം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര്? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര്? ആൻസർ: ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ചോദ്യം: ആദ്യമായി നോബൽ സമ്മാനം നേടിയ കറുത്ത വർഗക്കാരൻ? റാഫ് ബഞ്ച്. അടുത്ത ചോദ്യം: ആദ്യ സന്തോഷ് ട്രോഫി മത്സരം എവിടെയാണ് നടന്നത്? ഉത്തരം: കൊൽക്കത്ത. അടുത്ത ചോദ്യം: സിമന്റിന്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? സിമന്റിന്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം: ജിപ്സം. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? എളുപ്പമുള്ളൊരു ചോദ്യമാണത്. കേരള.
ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത. ഇന്ത്യൻ വനിതയല്ല, വിദേശ വനിത മാർഗരറ്റ് താച്ചർ. അടുത്ത ചോദ്യം. ഒരു കീടനാശിനി പാക്കറ്റിൽ മഞ്ഞ ത്രികോണം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം മാത്രമല്ല, നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഒരു കീടനാശിനി പാക്കറ്റിൽ മഞ്ഞ ത്രികോണം കണ്ടാൽ അതിൻ്റെ അർത്ഥം കൂടിയ വിഷം. കൂടിയ വിഷമാണ് ആ കീടനാശിനി എന്നാണത് അർത്ഥം. അടുത്ത ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ആര്? ഉത്തരം ഇലക്ഷൻ കമ്മീഷണർ. അടുത്ത ചോദ്യം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം? ഉത്തരം അലൂമിനിയം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം. അവസാനത്തെ അത്താഴം എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചതാര്? ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കാം. ദ ലാസ്റ്റ് സപ്പർ അല്ലേ, അവസാനത്തെ അത്താഴം, ആ ചിത്രം വരച്ചതാര്? ലിയോനാർഡോ ഡാവിഞ്ചിയാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? ശ്രദ്ധിക്കുക, ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഉത്തരം എ കെ ഗോപാലൻ.